എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു പെസഹാപ്പത്തിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പെസഹാ ദിവസം ക്രിസ്തീയ ഭവനങ്ങളിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചുട്ടെടുത്ത പെസഹാപ്പം. മുരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെസഹാപ്പം കൂടിയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. പെസഹാ ദിവസമാണ് ഈ ഒരു അപ്പം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ഈ പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് അളവിൽ ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഉഴുന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട. പാനിൽ നമുക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു പരുവത്തിലാണ് ഉഴുന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. 1 കപ്പ് അളവിൽ പച്ചരിയാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഉഴുന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ പച്ചരി എടുത്തേക്കുന്നത്. അത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം വെള്ളമെല്ലാം ഒന്ന് വാർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് വാല വെച്ചേക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/4 കപ്പ് അളവിൽ ഉഴുന്നുണ്ടല്ലോ, ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഉഴുന്ന് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, വറുത്ത ശേഷമാണ് കഴുകിയിട്ട് നമ്മൾ കുതിരാനായിട്ട് വെക്കുന്നത്. ചെറുതായിട്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ചെറിയ തീയിലിട്ട് നമുക്ക് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പെസഹാ വ്യാഴാഴ്ച ക്രൈസ്തവ ഭവനങ്ങളിൽ ഉണ്ടാക്കുന്ന പരമ്പരാഗതമായ വിശുദ്ധമായിട്ടുള്ള ഒരു വിഭവമാണ് ഈ പെസഹാപ്പം. ഇതിനെ ഇൻട്രിയപ്പം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ടൊത്ത് അന്ത്യ അത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ പെസഹാപ്പം തയ്യാറാക്കുന്നത്. ഉഴുന്നിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഉഴുന്നൊന്ന് കഴുകിയെടുക്കണം. ഞാൻ കഴുകാതെയാണല്ലോ അത് മൂപ്പിച്ചെടുത്തേക്കുന്നത്. കഴുകിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഒന്ന് കുതിർന്ന് കിട്ടേണ്ട ആവശ്യമുണ്ട്. പാനിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നാളികേരത്തിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. എത്രത്തോളം നാളികേരമൊക്കെ എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് തന്നെ കിട്ടും ഈ ഒരു അപ്പത്തിന്. നമ്മൾ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ അപ്പത്തിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. നാളികേരം എല്ലാം മൂത്ത് വന്നപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരു 15 പീസോളം ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ്. ഒരു തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. പുളിപ്പില്ലാത്ത അപ്പമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. മാവ് കുഴച്ച് ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇത് ഞാൻ ചുട്ടെടുത്ത രീതിയിലാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ആവിയിൽ വേവിച്ചും ആ ഒരു രീതിയിലും ഈ പെസഹാപ്പം തയ്യാറാക്കി എടുക്കാറുണ്ട്. ഉള്ളിയെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാനുണ്ട്. 1/2 കപ്പ് അളവിൽ നാളികേരമാണ് ഞാൻ ഈ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് ചതഞ്ഞു പോകരുത്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. അരി നമ്മൾ വാല വെച്ചിരുന്നല്ലോ, അത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പയിൽ ഇടഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തരിതരിപ്പില്ലാതെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഉഴുന്ന് കുതിർത്ത് വെച്ചിരുന്നു, അതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ലേശം വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഒത്തിരി വെള്ളം കൂടിപ്പോകരുത്. ഉഴുന്നരച്ചെടുക്കുമ്പോൾ ഒത്തിരി വെള്ളത്തിൽ അരച്ചെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അരച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തതേ ഉള്ളൂ. ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നാളികേരവും അതുപോലെ തന്നെ ചെറിയുള്ളിയും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 പോർഷനോളം നമുക്ക് ഈ ഒരു കൂട്ടിൽ ചേർത്ത് കൊടുക്കണം. ബാക്കി നമ്മളിത് പരത്തി എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് കുഴച്ചെടുത്ത് നമ്മൾ അന്നേരം തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസമാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത്. കുഴച്ചെടുത്ത് അന്നേരം തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ആവിയിൽ വേവിച്ച് ആ ഒരു രീതിയിലും പെസഹാപ്പം തയ്യാറാക്കി എടുക്കാറുണ്ട് ക്രിസ്തീയ ഭവനങ്ങളിൽ. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഉഴുന്നരച്ചെടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി വെള്ളത്തിൽ അരച്ചെടുക്കലെന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കല്ലിൽ ഇത് പരത്തിയെടുക്കാനായിട്ട് പാടായിരിക്കും. ഇതെന്ന് പറയുന്ന ഒരു കറക്റ്റ് പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. അധികം വെള്ളമൊന്നും കൂടി പോയിട്ടില്ല. വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. ഒരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തേക്കുന്നത്. ലേശം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മാവെടുത്ത് കല്ലിൽ ഇങ്ങനെ പരത്തിയെടുക്കണം. ലേശം വെള്ളം ഒന്ന് കയ്യിലൊന്ന് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇരുമ്പിൻ്റെ തവ തന്നെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ അപ്പം നല്ല രീതിയിൽ മുരിഞ്ഞ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു രീതിയിൽ ചുട്ടെടുത്ത അപ്പവും പെസഹാ പാലിനകത്ത് മുക്കിയാണ് നമ്മൾ കഴിക്കുന്നത്. ഓൾറെഡി ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പെസഹാ പാലൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല.
നമ്മൾ ഒറോട്ടിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. കയ്യിൽ ലേശം വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ പരത്തിയെടുക്കാനായിട്ട് ഈസിയാണ്. ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേണം ഇത് മുരിഞ്ഞു വരുന്നത് വരെ നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്യാൻ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് തൂക്കി കൊടുക്കേണ്ടതാണ്. കാരണം നല്ല മുരിഞ്ഞ് കിട്ടുമ്പോഴാണ് അപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തിൻ്റെയും കുറച്ച് പീസും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിലൊന്ന് പറ്റിപ്പിടിച്ചിരിക്കത്തക്ക രീതിയിൽ. ഇനി അടച്ച് വെച്ച് ചെറിയ തീയിൽ ഇതൊന്ന് മുരിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരു സൈഡ് ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ നമുക്ക് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആ സൈഡും നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചുമിട്ട് നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പെസഹ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളവയും കൂടെ തയ്യാറാക്കി എടുക്കുകയാണ്. മീഡിയം വലുപ്പമുള്ള പെസഹാപ്പമാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു മാവിൽ നമുക്കൊരു 4 അപ്പമൊക്കെ ചുട്ടെടുക്കാനായിട്ട് പറ്റുന്നതാണ്. കുറച്ചും കൂടെ വലിയ ഇതിലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഒരു 2 അപ്പത്തിനുള്ള മാവുണ്ട്. ഞാൻ ചെറിയ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 4 അപ്പമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചുട്ടെടുക്കാം ഇതേ അളവിൽ. ഓശാന കഴിഞ്ഞ് നമ്മൾ പെസഹാപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ കുരുത്തോല കൊണ്ട് കുരിശാകൃതിയിൽ ഷേപ്പാക്കി വെച്ചിട്ടാണ് ഈ അപ്പം ചുട്ടെടുക്കുന്നത്. ഞാൻ അതിനു മുമ്പ് ഈ ഒരു പെസഹാപ്പം തയ്യാറാക്കി എടുത്തത് കൊണ്ടാണ് ക്രോസ് ഒന്നും വെച്ച് കൊടുക്കാഞ്ഞത്. നിങ്ങളപ്പോൾ അങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ കുരുത്തോല കൊണ്ട് ക്രോസൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വേണം അപ്പം തയ്യാറാക്കാൻ. ഈ പെസഹ ദിവസം കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെസഹാപ്പമാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് പങ്കുവെച്ചത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ കുഞ്ഞു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാർക്ക് എല്ലാവിധ പെസഹ പെരുന്നാളിൻ്റെ ആശംസകളും മുന്നുമേ തന്നെ നേരുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.